എങ്ങനെയുണ്ട്? ഹലോ, വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാട്ടോ. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഗൾഫിലേക്ക് കൊടുത്തേക്കാനും അല്ലെങ്കിൽ സ്വീറ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിരിവാടയുടെ റെസിപ്പിയാണ്. എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അത്രയും ടേസ്റ്റാണ്, അത്രയും മൊഞ്ചുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ട റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഈ ഒരു റെസിപ്പിയിലോട്ടുള്ള സിറപ്പ്, ഷുഗർ സിറപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലോട്ടൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറുവപ്പട്ട ഒരു പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിലോട്ട് വേറൊരു മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇഞ്ചിയുടെ പൊടി, ജിഞ്ചർ പൗഡർ ഒരു 2 പിഞ്ച് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ പൊടി ഇല്ല എന്നാണെങ്കിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു ചെറിയ 2 പീസ് ഇട്ട് കൊടുക്കുക. അത് പിന്നെ നമ്മൾ സിറപ്പാക്കിയ ശേഷം അതെടുത്ത് മാറ്റാവുന്ന കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. തണുത്ത സിറപ്പാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തിളയ്ക്കുന്ന സമയത്ത് ഒരു 8 മിനിറ്റ് ഈ സിറപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് ഒരു നൂൽ പരുവോ അങ്ങനെയുള്ള പരുവങ്ങളൊന്നുമില്ല. ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പഞ്ചസാര മെൽട്ടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു 8 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ സിറപ്പ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 8 മിനിറ്റോളം ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളിപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റാവുന്ന കേട്ടോ. ഞാൻ പിന്നെ ആ കറുവപ്പട്ട അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലൊരു പരന്ന പാത്രത്തിലോട്ട് ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും വെക്കണം. ചൂടോട് കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഏത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂട് താങ്ങാവുന്ന പാത്രത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും വെക്കും. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെയാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് മൈദയിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് വേണ്ടത്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ഇവിടെ എടുക്കുന്നത്. 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഏത് റെസിപ്പി ആണെങ്കിലും ഇതുപോലെ നമ്മൾ പൊടികളൊക്കെ എടുക്കുമ്പം അരിപ്പയിലൂടെ എടുത്തിട്ട് അരിച്ചെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാട്ടോ. ഇനിയിപ്പോൾ അരിപ്പയിലൂടെ അരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു സ്വീറ്റ് നന്നായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ പൊടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ച് മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് മതി. നമ്മളത് സിറപ്പിലിട്ട് വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം മതി. പിന്നെ ഒരു 50 ഗ്രാമോളം ബട്ടർ ഞാൻ ആദ്യം തന്നെ 50 ഗ്രാം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. എന്നിട്ട് അത് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ പുട്ടിന് പൊടിയൊക്കെ കൊഴിക്കൂലേ, അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബട്ടർ ഈ പൊടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിയിലോട്ട് ബട്ടർ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു ചേരുവ തന്നെയാണ്. ബട്ടർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടല്ല ചേർക്കേണ്ടത്. ഇതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ പൊടിയിൽ എല്ലായിടത്തും ബട്ടർ എത്തുന്ന രീതിയിലാവുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു സ്വീറ്റ് ഒരു 3 വർഷം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോeksisters എന്നാണ് ഈ ഒരു സ്വീറ്റിൻ്റെ പേര്. ഇതൊരു ആഫ്രിക്കൻ സ്വീറ്റാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നെയ്വട, പാൽ കേക്ക് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒരു ടെക്സ്ചറൊക്കെ ആയിട്ട് വരും. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ, കുറച്ചുകൂടെ വ്യത്യസ്ത ടേസ്റ്റാണ്. ഇതാണ് എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്വീറ്റ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പം ഒരു മുട്ട മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പം 1/2 കപ്പ് മുഴുവനായിട്ട് എടുക്കേണ്ട, 1/2 കപ്പിൽ 1 ടേബിൾ സ്പൂണൊക്കെ കുറവ് എടുക്കുക കേട്ടോ. കാരണം മുഴുവൻ ആവശ്യം വരുന്നില്ല. ഞാനത് ഒരു 3-4 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ 1/2 കപ്പ് മുഴുവനായിട്ടും ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമുക്ക് ഇത് മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മാവിൻ്റെ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് സോഫ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുഴക്കണം, അത് മസ്റ്റാണ്. എന്നാലേ നമ്മുടെ ഈ ഒരു സ്വീറ്റ് വിചാരിച്ച ഒരു പെർഫെക്റ്റ്നെസ്സിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കുഴയ്ക്കുന്നത് മുഴുവനായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ആദ്യം നമുക്ക് ഇനിയും പാല് വേണ്ടി വരുന്നൊക്കെ തോന്നും. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല പരുവത്തിൽ കിട്ടും. അപ്പോൾ ഞാനിത് 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒന്നുകൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം മാവ്. പിന്നെ മാവ് നമ്മളൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ വെക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 30 മിനിറ്റ്, അരമണിക്കൂർ മസ്റ്റായിട്ട് വെക്കുക, അടച്ച് വെക്കണം നന്നായിട്ട്. അപ്പോൾ നല്ലോണം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അതുണ്ടാക്കുന്ന രീതി കുട്ടികൾക്കാണെങ്കിലും കാണുന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അത് നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഒരു 8 ബോൾസ് ആക്കിയിട്ട്, വലിയ ബോൾസ് ആക്കിയിട്ട് ഒരു ബോളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഡ്രൈ ആക്കാൻ വെക്കരുത്, പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഒരു വിചാരിച്ചൊരു ലുക്കിൽ കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ വലിയ 8 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും നമുക്ക് കുഞ്ഞു ബോൾസ് ആക്കാനും പിന്നെ അത് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ളത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ അവിടെ മാറ്റി വയ്ക്കുക. ഓയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ ആവശ്യം വരും. അപ്പോൾ ഇതാ ഓരോ ബോളും ഇതാ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ ബോൾസും ഇതുപോലെ നീളത്തിലാക്കി എടുക്കണം. അപ്പോൾ നല്ലോണം പുറമേ നല്ല സ്മൂത്തായിട്ട് കിട്ടും വേണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി തന്നെ നീളത്തിലായി വരും. പിന്നെ ഭയങ്കരമായിട്ട് തിന്നാക്കണ്ട, എന്നാൽ ഭയങ്കരമായിട്ട് കട്ടിയും പാടില്ല. കാരണം നമ്മൾ ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ആക്കി വരുമ്പോൾ അത് വീർത്ത് വരും. നമ്മൾ ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്തില്ല, അപ്പോൾ അത് വീർത്ത് വരും. അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടി പാടില്ല കേട്ടോ. അപ്പം നമുക്കിപ്പോൾ 3 ബോൾസ് ഇതുപോലെ കുഞ്ഞു ബോൾസ് ഇതുപോലെ നീളത്തിലാക്കിയതാണ് വേണ്ടത്. ബാക്കിയുള്ള ഡ്രൈ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രത്തിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞതാക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെലിഞ്ഞതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ സ്വീറ്റിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും. അപ്പോൾ 3 എണ്ണം ഒരുമിച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഈവൺ ആയിട്ടുള്ള ഒരു തിക്നെസ് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് 3 കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ 3 കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. അത്യാവശ്യം നന്നായിട്ട് ഓയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ മെടഞ്ഞെടുക്കൂലേ, അതേപോലെ ഒന്ന് മെടഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കുഞ്ഞു കോക്സിസ്റ്റേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ സ്വീറ്റിൻ്റെ പേരാട്ടോ കോക്സിസ്റ്റേഴ്സ് എന്ന്. അപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ, അത് ഫുൾ ലെങ്ത്തിൽ ഞാൻ മെടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ നീളമുള്ള ഒരു സ്വീറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ കുഞ്ഞു സ്വീറ്റ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഈ ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞുത് ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ല മൊഞ്ചാണ്. ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി തൂവിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നേരെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടി പിടിക്കും. അപ്പോൾ ഇതാ രണ്ടാമത്തത് റെഡിയാക്കുകയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് സമയം എടുക്കും, എന്നാലും നമുക്ക് ബോറടിക്കില്ല ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്വീറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും ഫ്ലോപ്പ് ആവില്ല. അത്രയും പെർഫെക്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് യൂട്യൂബ് മലയാളത്തിൽ നമ്മൾ മുമ്പ് ഒരു 3 വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ശേഷം ഇത് വേറെ ആരും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും എഴുതി അറിയിക്കണം കേട്ടോ.
അപ്പോൾ ഇതാ മൊത്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉടൻ തന്നെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു പാൻ എടുക്കുക, അതിൽ അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ചെറിയൊരു ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബോൾ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തീ കൂടുതലാണെന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എണ്ണ നല്ലോണം ചൂടാക്കിയ ശേഷം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. എണ്ണ ചൂടാക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് 2 സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇത് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതാ എണ്ണയുടെ ചൂടൊക്കെ നല്ല പാകമാണ്. നല്ല കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 6 എണ്ണം ഒരുമിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ചൂടാവുമ്പോൾ ഒന്നങ്ങോട്ട് വീർത്ത് വരും. അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ലാണ്ടാവും ഒരുപാടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് വരും. അപ്പോൾ ഇതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു വശം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം മുകൾ ഭാഗം നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 2 വശവും നല്ലോണം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആദ്യം ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. 2 വശവും നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്നാക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്വീറ്റാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കോരി മാറ്റാം. ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് നേരെ നമ്മൾ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കരുത്. ഒന്ന് സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തോട്ടെ. എന്നിട്ട് നമുക്ക് ചൂടോട് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കും വേണം കേട്ടോ. പക്ഷേ എണ്ണ ഡ്രെയിൻ ചെയ്തിട്ട് വേണം സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മൾ സിറപ്പ് ഇപ്പോൾ ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോക്സിസ്റ്റേഴ്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിറപ്പിലിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ടിഷ്യൂലോട്ട് ഇട്ട് കൊടുക്കുക, എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. നമ്മളിതിൻ്റെ മാവിൽ ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ബട്ടറും ഓയിലും കൂടി മിക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു പത പോലെ വരുന്നത്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് സിറപ്പിലിട്ട് വെക്കുക. സിറപ്പിൽ 30 സെക്കൻഡ് മാത്രം, 30 സെക്കൻഡ് കേട്ടോ, മിനിറ്റല്ല 30 സെക്കൻഡ്. അപ്പം തന്നെ എടുത്ത് മാറ്റണം. ഇട്ടപാടെ ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കുന്ന പോലെ തോന്നും. ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അകത്തേക്ക് പോവും. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ആ സിറപ്പിലൊന്ന് മുക്കിയെടുക്കുക. ജസ്റ്റ് 30 സെക്കൻഡ്, 1 മിനിറ്റ് പോലും വെക്കേണ്ട. എന്നിട്ട് എടുക്കുക കേട്ടോ, അപ്പം തന്നെ എടുക്കുക. അപ്പോൾ കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ആവും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഉടൻ തന്നെ ഡ്രൈ ആവും ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സിറപ്പിലിട്ട് വെച്ചാലൊന്നും തോന്നില്ല. എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറമേ ഇച്ചിരി ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല ഒരു സ്വീറ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ്. അപ്പം നിങ്ങൾക്ക് സ്വീറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 സൈഡും ഒട്ടിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് പൊട്ടിപ്പോവും, തുറന്നു പോവും. അപ്പം ഈ ഒരു സ്വീറ്റിൽ ചിലത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് എല്ലാതും സിറപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതപ്പം തന്നെ എടുത്തും ചെയ്തു. അപ്പോൾ നമ്മുടെ കോക്സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പിരിവട റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം നെയ്വട, പാൽ കേക്ക് അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം ഞാൻ 3 വർഷം മുമ്പ് ഇത് ഷെയർ ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് അധിക പേരൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതാ കണ്ടോ അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. പുറമേ ഇച്ചിരി ഒരു ക്രിസ്പ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അകത്ത് ഇതാ നല്ല സോഫ്റ്റാണ്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ടേസ്റ്റ് ഉണ്ടാ? യമ്മിയാ? Yummy? മാവേ വെള്ളം വേണോ? റൂയി വെള്ളത്തിന് അറബിയിലാണ് പറയാം മാ. നമുക്ക്
മതി. ഇഷ്ടമായാ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഫുള്ള് റോയിക്കാം. മതി മതി. റോസു റോസു റോസു. അപ്പോൾ ഇതാണ് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു കോക്സിസ്റ്റേഴ്സിൻ്റെ റെസിപ്പി. അത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നീട് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.